വ്യക്തി ജീവിതം മുതൽ ജോലി, ബിസിനസ്, ബന്ധങ്ങൾ തുടങ്ങി എല്ലാ വശങ്ങളെക്കുറിച്ചും ചാണക്യൻ തന്റെ വീക്ഷണങ്ങൾ ചാണക്യനീതിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആചാര്യ ചാണക്യൻ തന്റെ ധാർമ്മികതയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഒരു വ്യക്തിയുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന അത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ്. രാവിലെ ഉറക്കമുണർന്നതിനു ശേഷം ഇക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഐശ്വര്യം നിങ്ങളെ തേടി വരും. ജീവിത വിജയത്തിനായി ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒരു വ്യക്തി എപ്പോഴും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണമെന്ന് ചാണക്യൻ പറയുന്നു. മതപരമായ വീക്ഷണത്തിനൊപ്പം ആരോഗ്യപരമായ വീക്ഷണത്തിലും ഇത് മികച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിരാവിലെ എഴുന്നേൽക്കുന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണെന്ന് ചാണക്യൻ പറയുന്നു. ഇതിനുശേഷം കുളിയും മറ്റും കഴിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കണം. ഇത് പതിവാക്കിയാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ധാരാളം നല്ല ഫലങ്ങൾ കാണാൻ കഴിയുമെന്ന് ചാണക്യൻ പറയുന്നു. ജീവിത വിജയത്തിനായി ചാണക്യൻ രണ്ടാമതായി പറയുന്നത് ഇതാണ്. കുളിയും മറ്റും കഴിഞ്ഞ് സൂര്യദേവന് വെള്ളം സമർപ്പിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിത പുരോഗതിക്ക് സാധ്യതയുണ്ട്. സൂര്യന് അർഘ്യം അർപ്പിച്ച ശേഷം ഈശ്വരനാമം ജപിക്കണം. ഇതിനുശേഷം നാരായണ ഭഗവാന് ചന്ദനം സമർപ്പിക്കുക. ഇതിനുശേഷം ഈ ചന്ദനം നിങ്ങളുടെ നെറ്റിയിലും കഴുത്തിലും പുരട്ടുക. ഇത് ചെയ്യുന്നതിലൂടെ ദൈവകൃപയും മാനസിക സമാധാനവും നിങ്ങൾക്ക് കൈവരുന്നു. ജീവിത വിജയത്തിനായി ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ ലീസൺ ഇതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ആരോഗ്യവാനായിരിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രഥമ സന്തോഷം. അത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകണം. ഇതിനായി രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ആരോഗ്യത്തിനായി കുറച്ചു സമയം ചെലവഴിക്കുക. യോഗയുടെയും വ്യായാമത്തിന്റെയും സഹായം സ്വീകരിക്കുക. കാരണം ആരോഗ്യം നല്ലതായിരിക്കുമ്പോൾ മാത്രമേ വ്യക്തിക്ക് തന്റെ ലക്ഷ്യത്തിൽ ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ. വിജയത്തിനായി ചാണക്യൻ പറയുന്ന നാലാമത്തെ ലീസൺ ഇതാണ്. പണത്തെ സുരക്ഷിതമായും നിക്ഷേപമായും ഉപയോഗിക്കുന്ന വ്യക്തി പ്രതിസന്ധി ഘട്ടങ്ങളിലും പുഞ്ചിരിയോടെ ജീവിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. പണം ശരിയായ സ്ഥലത്തും സമയത്തും ഉപയോഗിക്കണം. അനാവശ്യമായി പണം ചെലവഴിക്കുന്നവർക്ക് ദുരിതകാലത്ത് ദുഃഖവും ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു. ജീവിത വിജയത്തിനായി ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ ലീസൺ ഇതാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാക്കുന്നു. ദാനധർമ്മത്തെക്കാൾ വലിയ സമ്പത്തില്ല. ദരിദ്രനെ ഒരാളുടെ കഴിവിനനുസരിച്ച് സഹായിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുമെന്നും അദ്ദേഹം പറയുന്നു. വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു ലീസൺ ഇതാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അനാവശ്യ ചെലവുകൾ നിർത്തുക എന്നതാണ്. എപ്പോൾ എത്ര പണം എവിടെ ചെലവഴിക്കണമെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പിശുക്കന്മാരായിരിക്കാം. എന്നാൽ അത്തരം ആളുകൾ ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും അവരുടെ ജീവിതം സാധാരണ രീതിയിൽ തന്നെ സന്തോഷത്തോടെ നയിക്കുന്നു. ചാണക്യനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനും തന്ത്രജ്ഞനും എന്നതിലുപരി സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം നിപുണനായിരുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആളുകൾ പലപ്പോഴും ചാണക്യനീതിയിലെ വാക്കുകൾ സ്വീകരിക്കുന്നു. ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ ജീവിതത്തിന്റെ പല വശങ്ങളുടെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് ചാണക്യനീതി.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ ഉയർച്ചയും കൈവരുത്തുവാൻ സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.